ഹലോ ഗൈസ്, സാന്റോ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ട്രിവാൻഡ്രം കനകക്കുന്നിലുള്ള നഗരവസന്തം എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ലവർ ഫെസ്റ്റിവലിലാണ്. ഇത് 50ാമത്തെ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ ആഘോഷമാണ് ഇപ്രാവശ്യം നടത്തിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഡിസംബർ 21 മുതൽ 2023 ജനുവരി 2 വരെയാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവൽ ഇവിടെ ഉള്ളത്. ഈ ഫ്ലവർ ഫെസ്റ്റിവലിന് മാറ്റി കൂട്ടാനായിട്ട് ധാരാളം കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ തൊട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇവിടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 100 രൂപയും 12 വയസ്സിന് താഴെ ഉള്ളവർക്ക് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ഏതാണ്ട് 2-3 മണിക്കൂർ എടുക്കും ഇത് ഫുള്ളും കണ്ട് തീർന്ന് വെളിയിലിറങ്ങാൻ. ഇവിടെ തൊട്ടാണ് മെയിനായിട്ട് നമ്മുടെ ഫ്ലവർ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. ഇവിടെ ധാരാളം ഫ്ലവേഴ്സാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. കട്ട് ഫ്ലവേഴ്സ്, ബോൺസായി, കാറ്റസ്, അങ്ങനത്തെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ റോസാപ്പൂവും അതിൻ്റെ മൊട്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പേപ്പർ പൂ, അങ്ങനത്തെ കുറേ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് കണ്ട് രസിക്കാൻ പറ്റുന്നതാണ്. ഓരോ ഫ്ലവേഴ്സും ഓരോ ഡിഫറെൻറ്റ് കളറിലാണ് ഇവിടെ ഓരോന്ന് വിരിഞ്ഞിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നും. 20ഓളം സംസ്ഥാനത്തിൻ്റെ ഒരു ഫുഡ് കോർട്ടും കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഉള്ളത്. നല്ല പല ഇനത്തിലുള്ള കുറേ സ്നാക്സുകൾ, ഫുഡ് ഐറ്റംസ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ചെറിയ ചെടികളൊക്കെ ഈ 2 സൈഡിൽ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടും. അല്ല, ഓരോ ചെടികളും പല പല കളറിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നും.
ഇവിടെ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയായിട്ടുള്ള ഒരു ചെറിയ മോഡൽ അവർ ആർട്ട് വർക്കിൽ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഴയ കാളവണ്ടിയും പിന്നെ നമ്മുടെ പഴയ തട്ടുകടയിലെ ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടി ആർട്ട് വർക്കുകാരൊക്കെ തട്ടുകടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ കുറേ പ്ലാസ്റ്റിക് ഇതൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു കൈര് ഒരു രൂപത്തിലുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഫെസ്റ്റിവൽ ഈ ഫ്ലവേഴ്സൊക്കെ ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. നല്ല മനോഹരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഡിസ്നിയുടെ ഒരു അനിമേഷൻ മൂവി ഇൻസ്പയർ ആയി ചെയ്തതുപോലത്തെ ഒരു മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നാച്ചുറലായിട്ട് നല്ല അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു നല്ലൊരു ആർട്ട് വർക്കാണിത്. ആ ഒരു ലേഡിയും ആ ലേഡിയുടെ ഹെയർ ഫുള്ളും ചെടികളാണ്. അത് ഫുള്ളും യഥാർത്ഥ പൂക്കളാണ്. ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ചെടിക്ക് വെള്ളം നനയ്ക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് എക്സിബിഷൻ ഉള്ളത്. ഈ എക്സിബിഷൻ്റെ അകത്ത് ധാരാളം സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചയിലേക്ക് കിടക്കാം. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ ധാരാളം ഐറ്റംസ്, ധാരാളം വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്കെല്ലാം ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.